കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ 25% പണം സംസ്ഥാന സർക്കാർ നൽകിയതിനു ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചത്. 25% എന്ന് പറഞ്ഞാൽ 6000 കോടി രൂപ. 6000 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൈമാറിയതിനു ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഒരു നാഷണൽ ഹൈവേക്കും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയിട്ടില്ല. അത്ര കണ്ട് ഇടപെട്ട്. പക്ഷെ ഒരു മര്യാദ വേണ്ടേ കേന്ദ്ര ഗവൺമെന്റിന്? പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണ്ടേ? ഇനി അഥവാ അറിയിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെയും കൂടി വിശ്വാസം എടുക്കണ്ടേ? എല്ലാവരും യോജിപ്പിച്ച് നിർത്തണ്ടേ? പ്രധാനമന്ത്രി വളരെ ഏകപക്ഷീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ഒറ്റക്ക് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. BJPയുടെ അധ്യക്ഷനാണ് അദ്ദേഹമാണ് മുഖ്യ അതിഥി. ഇങ്ങനെ ഒരു ഉദ്ഘാടനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് കേരളത്തോടുള്ള, കേരള ജനങ്ങളോടുള്ള അവജ്ഞയാണ്, പുച്ഛമാണ്. ഞങ്ങൾ എന്തും ചെയ്യുമെന്ന ധിക്കാരവും ദാർഢ്യവുമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് കാസർഗോഡ് വെച്ച് ഇന്ന് പൊതുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഹൈവേ വെറുതെ വന്ന് യാഥാർത്ഥ്യമായതല്ല. അതിന്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുൻകൈയും നിശ്ചയദാർഢ്യവുമാണ് ഇത് യാഥാർത്ഥ്യമായത്. LDF ഗവൺമെന്റ് വന്നില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഒരിക്കലും വരുമായിരുന്നില്ല. ആ LDF ഗവൺമെന്റിനെ, മുഖ്യമന്ത്രിയെ ഒരു വിവരം പോലും അറിയിക്കാതെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി ചെയ്യുന്ന ഈ ഉദ്ഘാടനം കേരളീയ സമൂഹം ബഹിഷ്കരിക്കും. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ. കേരള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. സഖാപിണറായി അഭിവാദ്യങ്ങൾ. നരേന്ദ്രമോദിയുടെ ധിക്കാരം. കേരള നാട്ടിൽ നടപ്പില്ല. കേരള ജനത തള്ളിക്കളയോ? നിങ്ങളുടെ ധാർഷ്ട്യം തള്ളിക്കളയോ? ഓർത്തു കളിച്ചോ BJP?